5 പേരുടെ ഒരു തായ്ലൻഡ് യാത്രയുടെ വിവരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളുടെയൊക്കെ തായ്ലൻഡ് യാത്രയിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സാധാരണ തായ്ലൻഡ് യാത്ര എന്ന് പറഞ്ഞാൽ ബാങ്കോക്ക് പട്ടായ മാത്രമായിരിക്കും ചിലർ ചൂസ് ചെയ്യുക. പക്ഷേ ഈ യാത്രയിൽ ബാങ്കോക്ക് പട്ടായയുണ്ട്, അതുപോലെ തന്നെ ഫുക്കറ്റും ഉണ്ട്. ഫുക്കറ്റ് ക്രാബി കൂടി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ദിവസം കൂടും. ഇതിൽ ഒരു 6 നൈറ്റ് സ്റ്റേ വരുന്ന ഫുക്കറ്റ്, ബാങ്കോക്ക്, പട്ടായ ഇത് മൂന്നാളും. അപ്പോൾ കൊച്ചിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. കൊച്ചിയിൽ നിന്ന് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിന് പുലർച്ചെ ബാങ്കോക്കിലെത്തി. ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നുള്ള ആളുകളും അതേ സമയത്ത് അവിടെ എത്തി. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻസിന് വിസ വീണ്ടും ഫ്രീ ആക്കി കാലാവധി നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ പുറത്തിറങ്ങി ബാങ്കോക്കിൽ നിന്ന് തന്നെ നേരെ ഫുക്കറ്റിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിന്നിട്ട് വല്ല ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ഫുക്കറ്റിലേക്കുള്ള യാത്ര. ഉച്ചയോടുകൂടി നമ്മൾ ഫുക്കറ്റിലെത്തും. ഫുക്കറ്റിലെത്തി കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഐറ്റനറിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുക്കറ്റ് ടൂറാണ്. ഫുക്കറ്റ് സിറ്റി ടൂറിൽ കാരോൺ വ്യൂ പോയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടൈഗർ പാർക്ക് ഉണ്ട്, പിന്നെ ലാസ്റ്റ് നമ്മുടെ സ്റ്റേ ആണ് വരുന്നത്. അപ്പം അതൊക്കെ കവർ ചെയ്ത് നേരെ സ്റ്റേയിലേക്ക് പോയി. രാത്രിയൊക്കെ നമുക്ക് ഫ്രീ ടൈമാണ് ലഭിക്കുന്നത്. അപ്പോൾ പത്തോങ് ബീച്ചിലൊക്കെ പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ ഫുക്കറ്റ് യാത്രയുടെ നമ്മുടെ പ്രധാന ഐറ്റമായിട്ടുള്ള ഫിഫി ഐലൻഡ് യാത്ര. രാവിലെ തന്നെ SIC ബേസിലുള്ള ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിലേക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഐലൻഡ് ടീം വരും. അവരുടെ കൂടെ അവർ പറയുന്ന ടൈമിൽ നമ്മൾ റെഡി ആയി നിൽക്കുക. അവരുടെ വണ്ടിയിൽ നമ്മൾ ഐലൻഡിലേക്ക് പോകും. ആ സമയക്രമം പാലിച്ചുകൊണ്ട് നമ്മൾ ഈ യാത്രയിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫിഫി ഐലൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉള്ള ബീച്ച് ഏരിയയാണ്. വളരെ സൂപ്പറായിട്ടുള്ള ഒരുപാട് സീനിക് പ്ലേസുകളൊക്കെ കാണാൻ കഴിയുന്ന ഒരു സംഭവം. അന്നത്തെ ഫിഫി ഐലൻഡ് കാഴ്ചകൾ വൈകുന്നേരത്തോടു കൂടി അവിടുത്തെ ഫുഡും അവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ഹോട്ടലിലേക്ക് തന്നെ എത്തും. നല്ലൊരു ഹോട്ടലാണ് സ്റ്റേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ രാത്രിയൊക്കെ പീസ്ഫുള്ളി നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂർ ഉള്ളത്. അതും ഇതേപോലെ തന്നെ രാവിലെ ഐലൻഡ് ടീം വരും. ആ ടൈം അവർ പറയുന്ന സമയത്ത് നമ്മൾ റെഡി ആയി നിൽക്കുക. അവർ വണ്ടിയിൽ പോവുക, ജെയിംസ് ബോണ്ട് ഐലൻഡിൽ പോയി അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ കണ്ടു. അങ്ങനെ അന്നത്തെ ദിവസവും അവിടെ കഴിഞ്ഞ് അന്നും അവിടെ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ നമ്മൾ ആ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്ത് നേരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഫുക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഫ്ലൈറ്റ് കയറും. ബാങ്കോക്കിൽ നമ്മൾ ഇറങ്ങി അവിടെ തന്നെ നമ്മളവിടെ സ്വീകരിക്കാൻ ആളുണ്ടായിരിക്കും. അവിടെ സ്വീകരിച്ച് നമ്മൾ നേരെ പോകുന്നത് പട്ടായയിലേക്കാണ്. അന്നത്തെ ദിവസമാണ് നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉള്ളത്. ആ കാഴ്ചയും കണ്ട് ദ പോയിൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലേക്ക് എത്തും. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞ് സ്റ്റേ ചെയ്ത് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് നൈറ്റിൽ നമുക്ക് വളരെയധികം ഫ്രീ ടൈമാണ്. അപ്പോൾ അവിടുത്തെ പട്ടായയിലെ കാഴ്ചകൾക്കൊക്കെ നമുക്ക് ഫ്രീ ആയി ഇറങ്ങാം. വാക്കിംഗ് സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മൾ ഹോട്ടൽ എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും നടന്നു പോകാനും കാണാനും കാഴ്ചകളിലേക്കൊക്കെ പോകാനൊക്കെ വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ദിവസം പട്ടായയിലെ ഫസ്റ്റ് ഡേ നമ്മളവിടെ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ നമ്മൾ അടുത്ത പട്ടായ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. കോറൽ ഐലൻഡിലേക്കാണ് അന്നത്തെ ദിവസം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. കോറൽ ഐലൻഡ് എന്ന് വെച്ചാൽ അവിടുത്തെ ലഞ്ചും ഒക്കെ ഇതിൽ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡാണ്. അങ്ങനെ തിരിച്ചൊരു 3-4 മണിയോട് കൂടി എത്തും. പിന്നെ നമ്മൾ അൽക്കസർ ഷോയും അന്നേ ദിവസം തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ അൽക്കസർ ഷോ അന്ന് രാത്രിയായിരിക്കും. അപ്പോൾ ആ രാത്രിയിലെ കാഴ്ചകൾ കണ്ട് പിന്നെ നമ്മുടെ റൂമിലേക്ക് തിരിച്ചു വരും. അതോടുകൂടി പട്ടായ കാഴ്ചകൾ നമ്മുടെ ട്രിപ്പിൽ നിന്ന് അവസാനിക്കും. നെക്സ്റ്റ് ഡേ നമ്മൾ പട്ടായയിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നേരെ പോകുന്നത് ബാങ്കോക്കിലേക്കാണ്. പോകുന്ന വഴിയിൽ തന്നെ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വൈകിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന പോയിൻറ്റ്സുകളൊക്കെ കവർ ചെയ്ത് അന്നത്തെ ദിവസം നമ്മൾ ബാങ്കോക്കിൽ സ്റ്റേ ചെയ്യും. നെക്സ്റ്റ് ഡേ നമുക്ക് അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നേരെ നമ്മൾ പോകുന്നത് സഫാരി വേൾഡിലേക്കാണ്. സഫാരി വേൾഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജുകളിലൊക്കെ നല്ല ഭക്ഷണങ്ങളായിരിക്കും. അതുപോലെ തന്നെ തായ്ലൻഡിലെയും ഫുക്കറ്റിലെയും ഒക്കെ ഈ ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആകുമ്പോൾ നമുക്ക് തായ്ലൻഡ് മുഴുവനായി ഒരു എൻജോയ് ചെയ്ത് കണ്ട ഒരു ഫീലാണ് ഉണ്ടാവുക. ഇനിയും ഒരുപാട് ദിവസങ്ങൾ അവിടെ നിന്ന് ഇനിയും പല പല സംഭവങ്ങൾ നമുക്ക് കാണേണ്ടതായി ഉണ്ടാവും. നമ്മുടെ ഈ ദിവസങ്ങളിൽ 6 നൈറ്റ് സ്റ്റേ 7 ഡേയ്സിൻ്റെ ഒരു പാക്കേജ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 5 പേരുടെ ട്രിപ്പാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ മനോഹരമായി അവർ എൻ്റർടൈൻ ചെയ്ത് വളരെ ഹാപ്പി ആയിക്കൊണ്ട് ലാസ്റ്റ് ഡേ സഫാരി വേൾഡും കണ്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലാണ്. ഇതാണ് നമ്മുടെ തായ്ലൻഡ് യാത്രയുടെ ഡീറ്റെയിലിംഗ്. നിങ്ങൾക്ക് തായ്ലൻഡ് യാത്ര ഇപ്പോൾ പോകാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ 19-ാം തീയതി ഒരു യാത്ര ദുബായിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വളരെ പാക്ഡായ നല്ലൊരു തായ്ലൻഡ് ട്രിപ്പ് നമുക്ക് ഓർഗനൈസ് ചെയ്ത് പോയി വരാൻ കഴിയും.